എല്ലാവർക്കും സാധനം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഊബറോട് എത്ര രൂപ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇന്നത്തെ എന്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്റെ ഈ ചെറിയൊരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ ഊബർ ഓടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഊബർ ഓടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരാണെങ്കിലും ഊബർ ഓടാനായിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ സമയം വന്നിട്ട് 7:59 ആയിട്ടുണ്ട്. ഊബറും അതേപോലെ തന്നെ നമ്മുടെ കേരള സവാരിയും ഓൺലൈനിലാക്കിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ നിൽക്കണതിന്റെ തൊട്ട് ചെറിയൊരു സർജ് കാണിക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു മഞ്ഞക്കടലുണ്ട്. അങ്ങനെ സർജ് കാണിച്ചിട്ട് എനിക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല. സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും അത്യാവശ്യം ബുക്കിംഗ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കളറിൽ കാണിക്കും, അതാണ് സർജ്. ആ സമയത്ത് നിലവിലുള്ളതിനേക്കാൾ 3, 4, 5 രൂപ എങ്ങാനും കൂടുതൽ കിട്ടും എന്നാണ് പതിവ് പറച്ചില്, അതായത് ഊബർ കമ്പനിക്കാർ പറയണത്. നമുക്ക് അങ്ങനെ കിട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇപ്പം നിൽക്കുന്നത് കൊരട്ടിയിലാണ്. ഇവിടെ പള്ളിയിൽ വന്നാണ്, ഞാൻ പള്ളിയിലേക്കായിട്ട് വേണ്ടി വന്നതാണ്. പിന്നെ തിരിച്ച് ഞാൻ ചാലക്കുടി പോയി വെയിറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചാലക്കുടി പോയിട്ടാണ് വെയിറ്റ് ചെയ്യണേ. ഞാൻ സാധാരണ ചാലക്കുടിയിലാണ് വെയിറ്റ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഞാൻ ചാലക്കുടിക്ക് പോകാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ കിട്ടുമോ, ട്രിപ്പ് കിട്ടുമോ, ഇങ്ങനെ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. ചാലക്കുടിയിൽ അത്യാവശ്യം 1, 2, 3 വണ്ടികൾ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓട്ടം കിട്ടുമോ, ട്രിപ്പ് അടിക്കുമോ എന്നറിയില്ല. ഇവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് 4 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴി കാണാം. അപ്പം സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഓടാനുള്ള പ്ലാനിങ്ങേ ഉള്ളൂ. വീട്ടിൽ കുറച്ച് പരിപാടികളുള്ള കാരണം നേരത്തെ എഴുന്നേറ്റ് ഓടാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങിയേക്കണം. അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. CNG വണ്ടിയിൽ ഇപ്പോൾ ആകെ 4 കട്ടയുള്ളൂ കേട്ടോ. 4 കട്ട CNG ഉള്ളൂ. പറ്റാണെന്നുണ്ടെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തിയിട്ട് അവിടെ നിന്ന് അടിക്കാം. പിന്നെ ഒരു 11 മണിക്ക് ഒരു 8:30, 9 മണിക്കുള്ളിൽ ട്രിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓടണതല്ല, മിക്ക തിരിച്ചു പോകാനുള്ള വഴിയുള്ളൂ. മാക്സിമം 9:30 എന്നുള്ളിൽ ട്രിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു. അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യമാണ് വഴിയെ കാണാം കേട്ടോ. സമയം ഇപ്പം 8:17 ആയിട്ടുണ്ട്. ചാലക്കുടി CNG പമ്പിൽ നിന്ന് നമ്മൾ 450 രൂപയ്ക്ക് CNG ഇട്ടു. പ്രഷർ കുറവായിരുന്നു, 160 ആ റേഞ്ച് പ്രഷർ ഉണ്ടായുള്ളൂ. പക്ഷെ നമ്മുടെ വണ്ടിയിൽ 4 കട്ട ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇപ്പോൾ നിലവിൽ 1 കട്ട കുറവായിട്ടാണ് കയറിയേക്കണേ. പ്രഷർ ഉള്ളതിനനുസരിച്ചാണ് CNG നന്നായിട്ട് വണ്ടി കയറുള്ളൂ. അപ്പോൾ പ്രഷർ അതില്ലാത്തത് കൊണ്ട് 1 കട്ട ഇപ്പം നിലവിൽ കുറവായിട്ടാണ് കയറിയേക്കണേ. വേറെ കുഴപ്പമൊന്നുമില്ല. മൈലേജിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും, പക്ഷെ അന്നേരം CNG കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പം അടിച്ചു വയ്ക്കുന്നതാണ്. പിന്നെ എറണാകുളം ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അടിച്ചിട്ടേക്കണേ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തായാലും ആവട്ടെ. എന്തായാലും നമുക്ക് ഇനി ട്രിപ്പ് അടിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണ്ണൂത്തി ആ ഒരു ഭാഗത്തേക്കായിരുന്നു, മുക്കാട്ടുകര. അപ്പം എന്തായാലും നമ്മൾ ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 336 രൂപ 90 പൈസ. 90 രൂപ നമ്മൾ ടോളിൻ്റെ പൈസ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു, ബോംബെക്കാരായിരുന്നു, 3 പേരായിരുന്നു, ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടുത്തെ വിശേഷം, എൻ്റെ വിശേഷമാണ് കൂടുതൽ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞ് അവരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്തൊന്നും സർജില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം, അതായത് ട്രിപ്പ് എടുത്തതിന് ശേഷം എനിക്കൊരു കാര്യം പിടികിട്ടിയേ. അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച ദിവസം, അതായത് ഡെഡ് ഡേ എന്ന് പറയും. നോട്ടൊന്നും ഉണ്ടാവില്ല, അതന്നെ കാര്യം, വേറൊന്നുമില്ല. നമ്മുടെ കേരള സവാരിയും ഊബറും ഓൺലൈനിൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറെ സംഭവമുണ്ട്. കിന്നേ വരെ മണ്ണൂത്തി ഭാഗത്തേക്ക് വന്നിട്ട് വൈകുന്നേരം എന്നല്ല, പകലായ പോലും എനിക്ക് ആകെ ഒരു 2, 3 വട്ടാണ്ട് ട്രിപ്പ് കിട്ടിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു മടിയുണ്ട് മണ്ണൂത്തി കിടക്കാം. പക്ഷെ ഇവിടെ നിന്ന് കാലടിച്ച് പോവാന്ന് വെച്ചാലും അത്യാവശ്യം വഴിയുണ്ട്, അതുകൊണ്ട് പോവാനും ഒരു മടി. എന്തായാലും തീരുമാനിച്ചിട്ടൊന്നുമില്ല. സമയം ഇപ്പോൾ 10:07 ആയിട്ടുണ്ട്. 12:30, 1 മണി വരെ മാക്സിമം ഓടുള്ളൂ. ശരിക്കും പറഞ്ഞത് നഷ്ടമാണ്, കാരണം 336 രൂപയാണ് എനിക്ക് ആകെ കിട്ടിയേക്കണേ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് 50 കിലോമീറ്റർ ഓടി, അതായത് കസ്റ്റമറെ പിക്ക് ചെയ്തതും ഡ്രോപ്പ് ചെയ്തതും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പള്ളിക്ക് പോയതും കൂടി ഇതിനകത്ത് കണക്ക് കൂട്ടിയിട്ടുണ്ട്. പള്ളിക്ക് പോയത് കണക്ക് കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 22 കിലോമീറ്റർ കുറയ്ക്കാം. വീട്ടിൽ നിന്ന് പള്ളിക്ക് 15 കിലോമീറ്റർ ഉള്ളൂ, 15 കിലോമീറ്റർ കുറയ്ക്കാം. ബാക്കി ഒരു 35 കിലോമീറ്ററാണ് നമ്മൾ ഇതിൽ ഓടിയത്. 25 കിലോമീറ്ററോളം ഈ ട്രിപ്പിലും. കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8.5 കിലോമീറ്റർ, പിന്നെ കൊരട്ടിന്ന് ചാലക്കുടി വരെ നമ്മൾ കാലടിച്ച് പോന്നു. അങ്ങനെ ഒരു 35 കിലോമീറ്ററോളം ഓടിയിട്ട് 15 കിലോമീറ്റർ കുറയ്ക്കാൻ പറ്റും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് കാലടിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ഒരു 30 കിലോമീറ്റർ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവും. അപ്പോൾ 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 30, 35, 75, 65 കിലോമീറ്റർ. 65 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 250 രൂപയുടെ 300 CNG വേണം മൊത്തം.
നമ്മളിന്ന് ആകെ ഓടിയിരിക്കുന്നത് 336 രൂപയ്ക്ക്. അപ്പം എൻ്റെ ഏണിങ്സ് 36 രൂപ. ഇവിടുന്ന് 2 ട്രിപ്പെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഞാനിപ്പോൾ ഓടിയിരിക്കുന്നതും വന്നിരിക്കുന്നതും. വെറുതെ വീട്ടിലിരിക്കണ്ട, ഒരു നേരം പോക്ക്, കയറുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുക, വർത്തമാനം പറയുക, കമ്പനി അടിച്ച് പോരാ, ആ ഒരു മൈൻഡ് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ലാഭം പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെയൊന്നല്ല. വീട്ടിലിരുന്നാലും ബോറടിക്കും, പ്രാന്ത് പിടിക്കും. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്നാലും ചിലവാ. അപ്പം ആ ഒരു മൈൻഡിലാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നേക്കണേ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് കിട്ടിയിട്ട് കാണാം കേട്ടോ. ഞാൻ ശമനെ അവിടെ നമ്മൾ 1 മണിക്കൂറോളം കിടന്ന് കാലടിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് കാലടിച്ച് വന്നേക്കാൻ കേട്ടോ. സംഭവം അവിടെ കിടക്കാത്തതിൻ്റെ മെയിൻ കാരണം അവിടെ ഓട്ടം കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ 4 കിലോമീറ്ററോളം ഇങ്ങോട്ട് മനസ്സിലായി. ഇപ്പോൾ 4.5 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് കാലടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റായി. ഇവിടെയും ട്രിപ്പില്ല, സർജുമില്ല. എന്തായാലും നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് കിട്ടണവരെ വെയിറ്റ് ചെയ്യാം. സമയം ഇപ്പോൾ 11:04 ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 12 മണി വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പോവും. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യം പിന്നെ കാണാം. അതാണെന്ന് 23 ആയിട്ടുണ്ട്. നമുക്കൊരു കുഞ്ഞ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 11:10 അടിച്ചു. നമ്മുടെ ഒരു 1.5 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായുള്ളൂ. തൃശ്ശൂരിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. 1.5 കിലോമീറ്റർ ഉള്ളൂ കണ്ടോ. 1.5 കിലോമീറ്റർ ഡ്രോപ്പ്. 104 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 81 രൂപ നമുക്ക് കിട്ടി. നമ്മൾ ടോട്ടൽ 418 രൂപയ്ക്ക് ഓടി. പിന്നെ എനിക്ക് തീരെ സുഖമില്ല കേട്ടോ. എന്തോ ഒരു അസ്വസ്ഥതൊക്കെ പോലെ വണ്ടിയിൽ AC ഒക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ എന്തോ ഒരു സുഖമില്ല. എന്തോ ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു ക്ഷീണമൊക്കെ പോലെ തോന്നുന്നുണ്ട്. വീട്ടിൽ പോയാലെന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കണം എപ്പോഴും. ഉറക്കം വരുന്നുണ്ട്, മൊത്തത്തിലൊരു സുഖമില്ല. അപ്പോൾ വീട്ടിൽ പോയാലോന്ന് ആലോചിക്കുന്നുണ്ട്. കൺഫ്യൂഷനിലാണ് നിൽക്കണം ഇപ്പോൾ നിലവിൽ. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ 4:24 ആയിട്ടുണ്ട്. ഒരു ട്രിപ്പ് കൂടി എടുത്തിട്ട് പോവും. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്നുള്ള വെച്ചിട്ടാണ് വെറുതെ ഇറങ്ങി സത്യം. ഇപ്പോൾ 58 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി ഓടിയിട്ട്. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും എന്തായാലും 60ഉം 25ഉം 85 കിലോമീറ്റർ ആവും. 85 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 400 സംതിങ് ആണ് നമ്മൾ ടോട്ടൽ ഓടിയിട്ടുള്ളൂ. 418 രൂപ, 420 രൂപ കിട്ടിക്കോ. 420 രൂപ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. നോക്കാൻ എന്തായാലും ഈ വലിയ സുഖമൊന്നുമില്ല. ഇപ്പോൾ സമയം വന്നിട്ട് 11:56 ആയിട്ടുണ്ട്. വേറൊരു ട്രിപ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നിലവിൽ വേറെ ഒറ്റോട്ടം കൂടി കിട്ടിയിട്ടില്ല. ഇവിടെ കേരള സഫാരിയും ഊബറും ഞാൻ നിലവിൽ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ആകെ ഓടിയിരിക്കുന്നത് 418 രൂപയ്ക്കുണ്ടോ. പിന്നൊരു മൂടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് സർജുല്ല ഒന്നുമില്ല. നമ്മൾ ടോട്ടൽ ഓടിയിരിക്കുന്ന എമൗണ്ട് ഇതാ കാണിച്ചു തരാം. 2 ട്രിപ്പ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 418 രൂപ. നമ്മുടെ കേരള സഫാരി ഓഫ്ലൈനിലാക്കാണ് കേട്ടോ. എന്തായാലും നമ്മളിനി ഓടണില്ല അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ആകെ വണ്ടി വന്ന CNG എന്ന് പറയുന്നത് ഒരു 90 കിലോമീറ്റർ കൂട്ടിക്കോ. 90 കിലോമീറ്റർ 1, 2, 3, 350 രൂപയുടെ CNG വരും. 418 രൂപയാണ് നമുക്ക് കിട്ടിയത്. ബാലൻസ് എന്ന് പറയുന്നത് ഒരു 68 രൂപ. 7 രൂപ കൂട്ടിക്കോ. 7 രൂപയുടെ ബാലൻസ്. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചില്ല, പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ പൈസ ചിലവാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് 70 രൂപയാണ്. 70 രൂപ. വണ്ടിയുടെ ചിലവിനും മെയിൻ്റനൻസിനും വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടോ. 100 കിലോമീറ്റർ ഓട്ടം വണ്ടിക്ക് എന്തായാലും ചിലവ് വരുന്ന ആലോചിച്ചാൽ മതി. അത് മാത്രമല്ല നമുക്ക് EMIയും അത് ഇതൊക്കെ ആയിട്ട് വരണം. 70 രൂപ 70 രൂപ എന്നുള്ളൊരു മൈൻഡിൽ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇന്ന് ഇറങ്ങി ഓടിയത്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഞാനൊരു 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 800 രൂപയ്ക്കെങ്കിലും 1000 രൂപയെങ്കിലും കുറഞ്ഞത് ഓടാന്നുള്ളൊരു മൈൻഡിലായിരുന്നു പോകുന്നത്. പക്ഷെ ഓട്ടം ഉണ്ടായില്ല. നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ അത് മാത്രമല്ല ചാലക്കുടിയിൽ നിന്ന് നമുക്ക് ഓട്ടം കിട്ടിയതും കുറേ ടൈം എടുത്തിട്ടാണ്. 9 മണി അങ്ങാണ്ട് ആവാറായിപ്പോണ്ടല്ലേ ചാലക്കുടിയിൽ നിന്ന് ട്രിപ്പ് കിട്ടിയത്. അത് 9 മണിയല്ല, 9:23 ചാലക്കുടിയിൽ നിന്ന് ട്രിപ്പ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയമായില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഊബർ ഓടുന്ന കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഊബർ ഓടാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഊബർ ഓടാൻ നിങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. മാത്രമേ ഉള്ളൂ.